കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവൈരലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 26 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുക. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ നൽകും. പ്രിയപ്പെട്ടവരെ, 2 പ്രധാനപ്പെട്ട കൽപ്പനകളാണ് കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നത്. ഒന്നാമതായി, ദൈവത്തേക്കാൾ ഉപരിയായി ആരെയും നാം കരുതുകയോ അങ്ങനെ ദൈവമായി കണ്ട് ആരെയും ആരാധിക്കുവാനോ പാടില്ല. വിഗ്രഹ ആരാധന നടത്തുവാൻ പാടില്ല. സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ല് നാട്ടി അതിനെ ദൈവമായി കരുതി ആരാധിക്കുകയോ ചെയ്യരുത്. രണ്ടാമത്തെ കൽപ്പന, നിങ്ങളെൻ്റെ സാബത്ത് ആചരിക്കുകയും അതോടൊപ്പം തന്നെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുക. രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാബത്ത് കർത്താവിൻ്റെ ആരാധനയ്ക്കു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദിവസം ദൈവാരാധനയ്ക്കായി തന്നെ മാറ്റിവെക്കുക. അതോടൊപ്പം തന്നെ ദൈവാരാധന നടത്തുന്ന ആ സ്ഥലങ്ങൾ, അതിൻ്റെ പരിസരങ്ങൾ ദൈവികമായി സൂക്ഷിക്കുക. അപ്പോൾ ഈ 2 കൽപ്പനകളും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ദൈവത്തെ ഏകനായി മാത്രം കരുതുക, ത്രിത്വമായി ഗ്രഹിക്കുക. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായതെല്ലാം ദൈവികമായ പ്രവൃത്തിയല്ലെന്നും അതെല്ലാം പൈശാചിക തിന്മകളാണ് എന്നും നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ദൈവമായി കണ്ട് അംഗീകരിക്കുക എന്നാൽ അത് ദൈവത്തിന് നാം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥാനമാണ്. ആ സ്ഥാനം കൊത്തുവിഗ്രഹങ്ങൾക്കോ സ്തൂപങ്ങൾക്കോ നിങ്ങൾ കൈമാറ്റം ചെയ്യരുതെന്നും വ്യക്തിയോ സാന്നിധ്യമോ സാധനമോ അങ്ങനെ ഒന്നും ദൈവത്തേക്കാൾ ഉപരിയായി വരരുത് എന്നും വചനം ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ കൽപ്പന സാബത്ത് ആചരിക്കുക എന്നുള്ളതാണ്. 6 ദിവസങ്ങൾ അധ്വാനത്തിൻ്റെ ദിവസങ്ങളും 7-ാം ദിവസം അത് വിശ്രമത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങളുമായി കരുതണമെന്നും വചനം ഓർപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുക. അപ്പോൾ ആ സ്ഥലം പൂജ്യമായി കരുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ നൽകും. അപ്പോൾ എന്താണ് വചനത്തിൽ സൂചിപ്പിക്കുന്ന മഴ എന്ന് ചോദിച്ചാൽ, ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ വർഷങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പ്രതിസന്ധികൾക്കിടയിലും നാം തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് വചനം വീണ്ടും നമ്മെ ഓർപ്പിക്കുകയാണ്, യഥാകാലം നിങ്ങൾക്ക് മഴ തരും. എന്താണ് മഴ എന്ന് ചോദിച്ചാൽ, സമയാസമയങ്ങളിൽ ലഭിക്കേണ്ട ദൈവാനുഗ്രഹമാണ്. 30-ാമത്തെ വയസ്സിൽ ലഭിക്കേണ്ട ദൈവാനുഗ്രഹം 40-ാമത്തെ വയസ്സിൽ ലഭിച്ചിട്ട് കാര്യമില്ല. 15-ാമത്തെ വയസ്സിൽ അത് ലഭിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ അങ്ങനെ ഓരോ ഗണത്തിനും ഓരോരുത്തർക്കും അവരവരുടെ നിലവാരമനുസരിച്ച് ദൈവം മഴ നൽകുമെന്ന് വചനം ഓർപ്പിക്കുന്നു. ആ ഒരു ദൈവികമായ അനുഗ്രഹത്തെ സ്വീകരിക്കുവാനും അതിൽ നിന്ന് കൂടുതൽ നന്മകൾ ഉൾക്കൊള്ളുവാനായിട്ടും നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ചു.